നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷ് എന്റെ കയ്യില് ആ പണം എടുത്ത് തരുന്നതിന് മുൻപ് തന്നെ എനിക്ക് ആ കാര്യം മനസ്സിലായി. അവൻ പറഞ്ഞത് സത്യമാണെന്ന്. അപ്പോ അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണല്ലേ? അടിസ്ഥാനപരമായി ധനുഷ് ഇപ്പൊ നല്ല സ്വഭാവക്കാരനാ. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സാമാന്യം നല്ലപോലെ കിട്ടി. അമ്മമാരുടെ പേരിൽ കേസ് കൊടുക്കണം. അതൊന്നും വേണ്ട. എന്തായാലും പണം നഷ്ടപ്പെട്ടില്ലല്ലോ. എന്റെ ജീവൻ പോയാലും പണം നഷ്ടപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്റെ പൊന്നു മോളെ, ആശുപത്രിയിലോട്ട് വരാൻ പറയുമ്പോ ഏത് ആശുപത്രിയിലാണെന്ന് പേരെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അയ്യോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. മേനോൻ സാറ് കേൾക്കാത്തതായിരിക്കും. വെപ്രാളത്തിന്റെ ഇടയിൽ ഞാൻ അതൊന്നും കേട്ടില്ല മോളെ. 50 ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോ ഞാൻ എത്ര ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ കാശാണെന്ന് അറിയാമോ? മേനോൻ സാറിന്റെ പണം എവിടെയും പോയിട്ടില്ല. എണ്ണി നോക്ക്. മേനോൻ സാറിന് കിട്ടാനുള്ള മുഴുവൻ പണമുണ്ട്. മോള് പറഞ്ഞ എനിക്ക് വിശ്വാസം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എടാ മോനെ, നീ ആള് കൊള്ളാട്ടോ. ഇത്രയൊക്കെ തല്ലി കിട്ടിയിട്ടും നീ പണം കളഞ്ഞില്ലല്ലോ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കില്. എന്നാ പിന്നെ മേനോൻ സാർ ചെല്ല്. ശരി മോളെ. ധനുഷിന് കുടിക്കാൻ എന്തെങ്കിലും വേണോ? ഒരു ചായ കിട്ടിയ കൊള്ളായിരുന്നു. ഞങ്ങൾ താഴെ പോയി ചായ വാങ്ങിച്ചുകൊണ്ട് വരാം. അവന്തിനടുത്താണല്ലോ വിളിക്കുന്നത്. വിവരം അറിയാൻ വിളിക്കുന്നതായിരിക്കും. എടുക്കും. ഹലോ. ആ സ്നേഹേ, ധനുഷിന് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ധനുഷിന്റെ അടുത്തുണ്ട്. സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് കൊടുക്കോ? ആ, ഞാൻ കൊടുക്കാം. ദാ അവന്തി അടുത്തിയാ സംസാരിക്കേ. നിങ്ങൾ സംസാരിക്കേ. ഞങ്ങൾ പോയി ചായ വാങ്ങിച്ചിട്ട് വരാം. വാ അടുത്തി. ഹലോ. നിനക്ക് സുഖാണോ? ഒരുപാട് തല്ല് കിട്ടിയെന്ന് കേട്ടു. വന്നവർ അവരുടെ പണി നന്നായിട്ട് ചെയ്തു. നിനക്ക് സന്തോഷമായി കാണുമല്ലോ. നിനക്കേ 2 അടിയുടെ കുറവുണ്ടായിരുന്നു. അതിപ്പോഴല്ല, കുറച്ചു മുൻപായിരുന്നു. ആ, നീ ഇപ്പോ അർച്ചനയുടെ വാലാട്ടിപ്പട്ടിയായി മാറിക്കഴിഞ്ഞു. പട്ടിയെപ്പോലെ സ്നേഹമുള്ളതും വിശ്വസിക്കാൻ കൊള്ളാവുന്നതുമായ ഒരു ജന്തു ഈ ലോകത്ത് വേറെയില്ല. ആ വിശ്വാസം ഞാൻ കാത്തിട്ടുണ്ട്. തല്ല് കിട്ടിയെങ്കിലും ആ പണം നഷ്ടപ്പെടുത്താതെ ഞാൻ തിരിച്ചേൽപ്പിച്ചു. അപ്പോ നീ അവളുടെ വിശ്വസ്തനായി മാറിക്കഴിഞ്ഞു. നെല്ലിശ്ശേരിയിലെ ആളുകളുടെ വിശ്വാസമാണ് എനിക്കിപ്പോ മറ്റെന്തിനേക്കാളും വലുത്. പ്രത്യേകിച്ച് അർച്ചനയുടെ. ആ പണം അർച്ചന എന്റെ കയ്യിൽ തന്നപ്പോഴേ എനിക്കറിയാം അതെന്നെ പരീക്ഷിക്കാനാണെന്ന്. അതിനിടയിൽ നീ കയറി അങ്ങ് കളിച്ചു. അതെനിക്ക് മനസ്സിലായാലെന്ന് നീ വിചാരിക്കണ്ട. അല്ല, ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? ഞാൻ വെറും പൊട്ടനാണെന്നാണോ നീ വിചാരിക്കുന്നത്? എന്നെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായി അർച്ചനയോ മറ്റുള്ളവരോ കാണരുത്. എനിക്ക് ആ പണം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയരുത്. അങ്ങനെ വന്നാ അവരെന്നെ അവിശ്വസിക്കും. നിനക്ക് വേണ്ടത് അതായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, ഇതെന്റെ ജീവൻ മരണ പോരാട്ടമായിപ്പോയി. എനിക്ക് ജയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇക്കാര്യത്തിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. അതെനിക്ക് നല്ലതുപോലെ മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇതിൽ കയറി കളിച്ചത് നീയാണെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ നെല്ലിശ്ശേരി വീടിനോട് കടപ്പെട്ടിരിക്കാം. നെല്ലിശ്ശേരിയിലെ മരുമകൻ എന്ന നിലയിൽ എനിക്ക് കുറച്ച് അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. ഓ, നീയപ്പോ നെല്ലിശ്ശേരിയിലെ മരുമകന്റെ വേഷം കെട്ടി ആടാൻ തുടങ്ങി? വേഷം കെട്ടിക്കഴിഞ്ഞാ പിന്നെ ആടണം. അല്ലെങ്കിൽ ആ വേഷം കെട്ടരുത്. നീ എന്നെ കൊണ്ട് വേഷം കെട്ടിക്കരുത്. തൽക്കാലം തല്ലുകൊണ്ടതിന്റെ നല്ല ക്ഷീണമുണ്ട്. അപ്പൊ ശരി,
നെല്ലിശ്ശേരിയിലെ മരുമകനാണ് പോലും ആ അർച്ചനയുടെ വാലാട്ടിപ്പട്ടി. വാവൂ, അച്ഛൻ്റെ മോള് വാവൂ, തക്കട് വാവ വാവൂ, സുന്ദരി മോള് വാവൂ. എന്താ ഉണ്ടായത്? ധനുഷിനിപ്പോ എങ്ങനെയുണ്ട്? ധനുഷിനെ ആക്രമിച്ചിട്ട് ആരോ പണം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാ. എന്നിട്ട് ആ പണം എവിടെ? അത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ പണം നഷ്ടപ്പെടുത്തിയില്ല. പാവം, അവൻ എല്ലാരും കൂടെ എത്ര തവണ കുറ്റപ്പെടുത്തി. ആ പണം കൊണ്ട് അവൻ കടന്നു കളഞ്ഞെന്നവരെ പറഞ്ഞു. എനിക്കും ആദ്യം സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടപ്പോഴേ വിശ്വാസമായത്. പണം കൊടുക്കാനുള്ള ആൾക്ക് കൊടുക്കുകയും ചെയ്തു. ആ പണം അല്ലാതെ കൊടുക്കാൻ കഴിയാഞ്ഞിട്ടല്ലല്ലോ, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ താൻ അവന്റെ കൈ കൊടുത്തയച്ചത്. എനിക്കത് മനസ്സിലായിട്ടില്ലെന്നാണ് താൻ വിചാരിച്ചത്. അതെ, അവനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെ ഞാൻ അത്രയും പണം അവന്റെ കൈ കൊടുത്തയച്ചത്. പക്ഷേ എന്റെ പരീക്ഷയിൽ അവൻ പാസ്സായി. അവന്റെ കയ്യിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ താൻ അവനെ വിശ്വസിക്കായിരുന്നു. സച്ചേട്ടാ, ഒരാള് പണം മോഷ്ടിച്ചിട്ട് അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും സ്വാഭാവികമായി അയാളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന സങ്കടവും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ധനുഷ് എന്റെ കയ്യില് ആ പണം എടുത്ത് തരുന്നതിന് മുൻപ് തന്നെ എനിക്ക് ആ കാര്യം മനസ്സിലായി. അവൻ പറഞ്ഞത് സത്യമാണെന്ന്. അപ്പോ അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണല്ലേ? അടിസ്ഥാനപരമായി ധനുഷ് ഇപ്പൊ നല്ല സ്വഭാവക്കാരനാ. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി അവന്റെ ജീവിതത്തിൽ നിന്ന് മാറിയ പൂർണ്ണമായും അവൻ നല്ലവനാവും. ആ, അതെന്താ അങ്ങനൊരു പ്രശ്നം? അതൊക്കെയുണ്ട്. സമയമാവട്ടെ, ഞാൻ പറയാം. സച്ചേടാ, അച്ഛൻ വിളിക്കുന്നു. എന്നെയോ? ആ ആ, ഞാൻ അല്പം മുമ്പ് അച്ഛനോട് സംസാരിച്ചാണല്ലോ. പിന്നെന്താ ഇപ്പോ? ഒരാളെ മാത്രമല്ല, എല്ലാരും വിളിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? എന്തിനാ ഇപ്പൊ എല്ലാവരും വിളിക്കുന്നത്? അതെനിക്കറിയില്ല, പക്ഷേ അച്ഛനെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി തന്നെ ആവണം ഈ മീറ്റിംഗ്. വേഗം വാ. നേരത്തെ കണ്ടപ്പോ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായിരിക്കും അച്ഛന്റെ പ്ലാൻ? അതെങ്ങനെ എനിക്കറിയാം. എന്തായാലും വാ, പോയി നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.